നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കനത്ത മഴയും കാറ്റും. കോട്ടയം ജില്ലയിൽ 69 വീടുകൾ തകർന്നു. അതിശക്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മെയ് 30 വരെ ജില്ലയിൽ ഓറഞ്ച് അലർട്ട്. തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിൽ ഞാറ്റടി മഹോത്സവം. ഞാറുനട്ട് കൃഷിമന്ത്രി. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോൾ ചെലവ് കുറയുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. കാഞ്ഞിരപ്പള്ളി മേഖലയിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു. സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി പേർക്ക് കോവിഡ്. ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ. പാലാ പൂവരണിയിൽ ലോറിയും കാറും കൂട്ടിയിടിച്ചു. കാർ യാത്രക്കാരനായ ഈരാറ്റുപേട്ട സ്വദേശിക്ക് പരിക്ക്. ലോറിക്ക് അമിത വേഗത. വാർത്തകൾ വിശദമായി. കനത്ത മഴയിലും കാറ്റിലും കോട്ടയം ജില്ലയിൽ നാശനഷ്ടം. 69 വീടുകൾ തകർന്നു. പ്രധാന പാതകളിലെല്ലാം വെള്ളം കയറി. പുഴകളിലെ ജലനിരപ്പും ഉയർന്നു. കനത്ത മഴയിലും കാറ്റിലും കോട്ടയം ജില്ലയിൽ വലിയ നാശനഷ്ടം. എല്ലാ താലൂക്കുകളിലും ഇന്ന് രാവിലെ മുതൽ മഴ പെയ്തു. കാഞ്ഞിരപ്പള്ളി, മീനച്ചിൽ, കോട്ടയം തുടങ്ങിയ താലൂക്കുകളിലെ പല ഭാഗത്തും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ജില്ലയിൽ ഇന്നലെ മാത്രം 69 വീടുകൾ തകർന്നു. പലയിടങ്ങളിലും കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണു. താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. കനത്ത മഴ തുടർന്നതോടെ ജില്ലയിലൂടെ ഒഴുകുന്ന മീനച്ചിൽ, മണിമല, മൂവാറ്റുപുഴ ആറുകളിൽ ജലനിരപ്പ് ഉയർന്നു. ജില്ലയിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. ഭരണങ്ങാനം അമ്പാറനിരപ്പൽ സെന്റ് ജോൺസ് LP സ്കൂളിലാണ് ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. ഒരു പുരുഷനും ഒരു സ്ത്രീയുമാണ് ക്യാമ്പിലുള്ളത്. അതേസമയം ചിറക്കടവ്, കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തുകളുടെ പരിധിയിൽ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് അപകടകരമായ നിലയിൽ നിൽക്കുന്ന മരങ്ങൾ ഉടമസ്ഥർ സ്വന്തം ചെലവിൽ മുറിച്ചു നീക്കുകയോ വെട്ടിയൊതുക്കുകയോ ചെയ്യണമെന്ന് പഞ്ചായത്ത് സെക്രട്ടറിമാർ അറിയിച്ചു. അല്ലാത്തപക്ഷം നഷ്ടങ്ങൾക്ക് ഉടമകൾ ഉത്തരവാദികളാകും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം ജില്ലയിൽ മെയ് 30 വരെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാലാണ് അലർട്ട് പ്രഖ്യാപിച്ചത്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ അറിയിച്ചു. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മെയ് 30 വരെ കോട്ടയം ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതായി ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ അറിയിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്നതിനെയാണ് അതിശക്തമായ മഴയായി കണക്കാക്കുന്നത്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മെയ് 31 ജില്ലയിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ മഴ തുടരുന്നതിനാലും ജലാശയങ്ങളിൽ ജലനിരപ്പ് ഉയരുന്നതിനാലും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെ കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിനു മുകളിൽ ശക്തമായി തുടരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാഞ്ഞിരപ്പള്ളിയിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കം നിരവധി പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. തീവ്രത കൂടുതലല്ലാത്തതിനാൽ ആശങ്ക വേണ്ടെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നു. കാഞ്ഞിരപ്പള്ളി വീണ്ടും കോവിഡ് ഭീഷണിയിൽ. സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി പേർക്കാണ് കാഞ്ഞിരപ്പള്ളി മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. ആശുപത്രികളിൽ ജലദോഷം, തൊണ്ടവേദന, ചുമ ലക്ഷണങ്ങളുമായി എത്തുന്നവരോട് കോവിഡ് ടെസ്റ്റും നടത്താൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു. അങ്ങനെ ചെയ്യുന്നവരിൽ നിരവധി പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്നുണ്ട്. വാക്സിനേഷൻ എടുത്തവരിൽ 3ാം തവണയും കോവിഡ് ബാധയുണ്ടായി എന്നത് ആശങ്ക ഉയർത്തുന്നു. ഇപ്പോൾ വ്യാപിച്ചിരിക്കുന്ന ഒമിക്രോൺ, JN.1 വകഭേദങ്ങളായ LF7, NB 1.8 എന്നിവയ്ക്ക് രോഗവ്യാപന ശേഷി കൂടുതലാണ്. എന്നാൽ തീവ്രത കൂടുതലല്ലാത്തതിനാൽ ആശങ്ക വേണ്ടെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. ആധുനിക സാങ്കേതിക വിദ്യ കൃഷിയിൽ ഉപയോഗിക്കുമ്പോൾ കർഷകന്റെ ചെലവ് കുറയുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്. തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ഞാറ്റടി മഹോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച ഞാറ്റടി മഹോത്സവം പുത്തൂർ കാട്ടൻപത് പാടശേഖരത്ത് കർഷകക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പാടത്ത് ഇറങ്ങി യന്ത്രവൽകൃതമായി ഞാറ് നട്ടാണ് ഞാറ്റടി മഹോത്സവത്തിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചത്. ആധുനിക സാങ്കേതിക വിദ്യകൾ കൃഷിയിൽ ഉപയോഗിക്കുമ്പോൾ കർഷകരുടെ ചെലവ് കുറയുമെന്നും വരുമാനം വർദ്ധിപ്പിക്കാനാകുമെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ഡ്രോൺ പോലെയുള്ള സാങ്കേതിക വിദ്യകൾ കൃഷിയിൽ പ്രയോജനപ്പെടുത്തുമ്പോൾ സാധാരണ ഉപയോഗിക്കുന്നതിനേക്കാൾ 40% വിത്ത് കുറച്ച് ഉപയോഗിച്ചാൽ മതിയെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. വിത്തിനുള്ള ചെലവ് കുറയുന്നതിനൊപ്പം മികച്ച വിളവും വരുമാനവും കർഷകന് ലഭിക്കുന്നു. സ്മാർട്ട് ഫാമിംഗ് ആണ് സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നത്. കർഷകന്റെ ചെലവ് കുറച്ച് വരുമാനം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും കർഷകരെ സഹായിക്കുന്ന തരത്തിലുള്ള പദ്ധതികളാണ് നടപ്പാക്കുന്നതെന്നും മില്ലുകാരുടെ ചൂഷണത്തിന് കർഷകരെ വിട്ടുകൊടുക്കാതെ നെല്ലു സംഭരണത്തിന് കൃഷിവകുപ്പ് മുഖേന സംവിധാനമുണ്ടാക്കിയെന്നും മന്ത്രി പറഞ്ഞു. 4000-ലധികം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കൃഷി ചെയ്യുന്നത് കർഷകനാണെങ്കിലും കൃഷിയുടെ ആനുകൂല്യം പറ്റുന്നത് മുഴുവൻ ആളുകളുമാണ്. കൃഷി ചെയ്യുന്ന ആൾക്കാരെണ്ണത്തിൽ നമ്മൾ കുറവാണെങ്കിലും
എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാവരും കൃഷിയുടെ ആനുകൂല്യം കൈപ്പറ്റുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് കാർഷിക മേഖലയോട് ഗൗരവം കാട്ടണം, പ്രാധാന്യം കൽപ്പിക്കണം എന്നെല്ലാം പറയുന്നത്. അത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ്, സർക്കാരുകളുടെയും ഉത്തരവാദിത്വമാണ്. മില്ലുകാർ നെല്ല് ഏറ്റെടുക്കാതെ വരുന്നതാണ് കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നമെന്ന് ചടങ്ങിൽ അധ്യക്ഷനായ സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. ഇതിന് ശാശ്വത പരിഹാരമെന്നോണം സംസ്ഥാന സർക്കാർ ഇടപെടൽ നടത്തി. കോട്ടയം, പാലക്കാട് എന്നിവിടങ്ങളിലായി 2 നെല്ല് സംഭരണ സംസ്കരണ കേന്ദ്രങ്ങളാണ് വരുന്നതെന്നും 80,000 മെട്രിക് ടൺ നെല്ല് വരെ ഇവിടെ സംഭരിക്കാൻ സാധിക്കുമെന്നും കാർഷിക മേഖലയിൽ സമഗ്ര മാറ്റം കൊണ്ടുവരുന്നതിനായി നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്ന പദ്ധതികൾ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കി മന്ത്രി VN വാസവൻ പറഞ്ഞു. നൂതനമായ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി കാർഷിക മേഖലയിൽ വലിയ പുരോഗതി ഉറപ്പാക്കാൻ സഹായിക്കുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങൾക്കാണ് സംസ്ഥാന ഗവൺമെന്റ് രൂപവും ഭാവവും നൽകിയത്. കൃത്യമായി അകലം പാലിച്ചു, അതോടൊപ്പം തന്നെ കൂടുതൽ സുരക്ഷിതമായും നമ്മുടെ വിളവെടുക്കുന്ന കാലഘട്ടത്തിൽ ഏറെ സുരക്ഷിതമായി വിളവെടുക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ സാധ്യമാക്കുകയും ചെയ്യുന്ന രൂപത്തിലാണ് യന്ത്രം യാതൊരു രംഗത്തേക്കും വന്നുകൊണ്ടിരിക്കുന്നത്. തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OS അനീഷ് കുമാർ, ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AM ബിനു, ജില്ലാ പഞ്ചായത്ത് അംഗം KV ബിന്ദു, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയ സജിമോൾ, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ CT രാജേഷ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ PS ഷീനാമോൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അജയൻ K മേനോൻ, രശ്മി പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ പൂവരണിക്ക് സമീപം ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടം. പരിക്കേറ്റ കാർ യാത്രക്കാരനായ ഈരാറ്റുപേട്ട സ്വദേശിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അമിത വേഗതയിലായിരുന്നു ലോറി. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ പാലാ പൊൻകുന്നം റോഡിൽ പൂവരണി പള്ളിക്ക് സമീപം ലോറിയും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രികന് പരിക്കേറ്റ കാർ യാത്രികരൻ ഈരാറ്റുപേട്ട സ്വദേശി ചന്ദ്രശേഖരൻ നായരെ ചേർപ്പുങ്കൽ മാർസേവ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം സംഭവിച്ചത്. പാലാ പൊൻകുന്നം റോഡിൽ വലുതും ചെറുതുമായ നിരവധി അപകടങ്ങൾ ദിവസേന സംഭവിക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടെ വാഹനങ്ങൾ അമിത വേഗതയിലാണ് സഞ്ചരിക്കുന്നതെന്ന പരാതി നാട്ടുകാർക്കുണ്ട്. വേഗത നിയന്ത്രണ സംവിധാനങ്ങൾ വേണമെന്ന് പലതവണ പൂവരണിയിലെ വ്യാപാരികളും സംഘടനകളുമെല്ലാം അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലാ. കോട്ടയം അതിരമ്പുഴ പഞ്ചായത്ത് അംഗം IC സാജനെയും മക്കളായ അമലയെയും അമയെയും കാണാനില്ലെന്ന് പരാതി. ICയുടെ ഭർത്താവ് 2 വർഷം മുൻപ് മരിച്ചുപോയിരുന്നു. കുടുംബസ്വത്ത് തർക്കത്തിൽ പരാതി നൽകിയതിന് പിന്നാലെയാണ് ഇവരെ കാണാതായത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അരങ്ങ് 2025 അതിരമ്പുഴയിൽ തുടക്കമായി. മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. ലഹരി പോലുള്ള അധമ സംസ്കാരത്തിനെതിരെ പോരാടാൻ സ്ത്രീകളെ പോലെ മറ്റാർക്കും കഴിയില്ലെന്ന് സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 6ാമത് സംസ്ഥാന കലോത്സവം അരങ്ങ് 2025 അതിരമ്പുഴ സെന്റ് മേരീസ് പാരിഷ് ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്ത്രീകളുടെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ ഉന്നമനം ലക്ഷ്യമിട്ട് തുടങ്ങിയ കുടുംബശ്രീ ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ വനിതാ കൂട്ടായ്മയായി മാറി. പങ്കാളിത്തം കൊണ്ടും സംഘാടക മികവ് കൊണ്ടും സംസ്ഥാനം ശ്രദ്ധിക്കുന്ന ഒന്നായി കുടുംബശ്രീ കലോത്സവം മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ കൂട്ടായ്മയെ തന്നെ കുറിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ, അത് കുടുംബശ്രീയാണ് എന്ന് രാജ്യം പൊതുവിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഘട്ടം നമുക്കറിയാം. 4 നൂറ്റാണ്ട് പിന്നിടുന്ന കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് സ്ത്രീകളിലുണ്ടാക്കിയ മാറ്റം, അത് പൊതുസമൂഹത്തിലുണ്ടാക്കിയ മുന്നേറ്റം, എല്ലാ അർത്ഥത്തിലും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വരാനും അവരിൽ അന്തർലീനമായിരിക്കുന്ന വൈവിധ്യങ്ങളായ ശേഷികൾ സമൂഹത്തിന് പ്രയോജനപ്പെടുത്താനും കഴിയുന്ന രൂപത്തിലേക്ക് എത്തിച്ചേർന്നപ്പോൾ അവർക്ക് സ്വന്തമായി വരുമാനമുണ്ടാകുന്നു, അവർക്ക് സ്വന്തമായി കിടപ്പാടങ്ങൾ ഉണ്ടാകുന്നു, സ്വന്തമായി സംരംഭങ്ങൾ ഉണ്ടാകുന്നു, മറ്റുള്ളവരെ സംരക്ഷിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെ നാനാതരത്തിൽ സ്ത്രീകളുടെ സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായ ഉയർച്ച ഉറപ്പാക്കിക്കൊണ്ടാണ് അതിന്റെ വിജയകരമായ ചൈത്രയാത്ര അനുസ്യൂതം തുടരുന്നു. സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് ചടങ്ങിൽ അധ്യക്ഷനായി. MLA-മാരായ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ്, CK ആശ, അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ, ജില്ലാ കളക്ടർ ജോൺ V സാമുവൽ, ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. 14 വേദികളിലായി 49 ഇനങ്ങളിൽ നടക്കുന്ന മത്സരങ്ങളിൽ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി 3500-ലേറെ മത്സരാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. അതിരമ്പുഴ സെന്റ് മേരീസ് പാരിഷ് ഹാളാണ് പ്രധാന വേദി. സെന്റ് അലോഷ്യസ് HS ഓപ്പൺ സ്റ്റേജ്, SC പാരിഷ് ഹാൾ, വിശ്വമാത ഓഡിറ്റോറിയം, സെന്റ് അലോഷ്യസ് LP സ്കൂൾ, സെന്റ് മേരീസ് ഗേൾസ് UP സ്കൂൾ എന്നിവയാണ് സ്റ്റേജ് ഇനങ്ങളുടെ വേദികൾ. കലോത്സവം മെയ് 28-ന് സമാപിക്കും.
ന്യൂസ് ബ്യൂറോ, കോട്ടയം. അന്താരാഷ്ട്ര സ്കീസോഫ്രീനിയ ദിനം ആചരിച്ചു. പാലാ മരിയ സദനത്തിൽ ഇതോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസും കലാപരിപാടികളും നടന്നു. പാലാ മരിയ സദനത്തിൽ അന്താരാഷ്ട്ര സ്കീസോഫ്രീനിയ ദിനം ആചരിച്ചു. ചേർപ്പങ്കൽ മാർസിലോവ യൂണിവേഴ്സിറ്റി സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ്, പുഷ്പഗിരി മെഡിക്കൽ കോളേജ് സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റ് തലവനും വേൾഡ് ഫെഡറേഷൻ ഫോർ മെന്റൽ ഹെൽത്തിന്റെ സെക്രട്ടറി ജനറലുമായ ഡോക്ടർ റോയ് എബ്രഹാം കള്ളിവേലിൽ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കീസോഫ്രീനിയ എന്ന രോഗാവസ്ഥ വളരെ ഗുരുതരമായ ഒരു മാനസിക രോഗാവസ്ഥയാണെന്നും ഇത് മനുഷ്യന്റെ ചിന്തകളെയും വികാരങ്ങളെയും പെരുമാറ്റങ്ങളെയും സാരമായി ബാധിക്കുന്ന ഒന്നാണെന്നും ഡോക്ടർ റോയ് കള്ളിവേലിൽ അഭിപ്രായപ്പെട്ടു. സ്കീസോഫ്രീനിയയുടെ ലക്ഷണങ്ങൾ ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കുമെന്നും ഇതൊരു മസ്തിഷ്ക രോഗമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാർസിലോവ യൂണിവേഴ്സിറ്റി മാനേജിംഗ് ഡയറക്ടർ ഫാദർ ജോസഫ് കണ്ണിയോടിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. പാലാ മുനിസിപ്പൽ കൗൺസിലർ ബൈജു കളംപറമ്പിൽ, പാലാ സ്റ്റേഷൻ PRO നിസ ജോഷി തുടങ്ങിയവർ പങ്കെടുത്തു. മരിയ സദനം സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിലെ ട്രെയിനിംഗ് സ്റ്റുഡൻസിന്റെയും മരിയ സദനം സ്റ്റാഫുകളുടെയും ആഭിമുഖ്യത്തിലാണ് പരിപാടി നടത്തപ്പെട്ടത്. ഔദ്യോഗിക പരിപാടികൾക്ക് മുന്നോടിയായി മരിയ സദനം അന്തേവാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിവിധ കലാപരിപാടികളും ഗെയിമുകളും നടത്തപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലാ. എരുമേലി ഗ്രാമപഞ്ചായത്ത് അംഗം AR രാജപ്പൻ നായർ നിര്യാതനായി. സംസ്കാരം നടത്തി. പൊൻകുന്നം ഇടത്തംപറമ്പിൽ രാജു PR നിര്യാതനായി. 69 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കനത്ത മഴയും കാറ്റും. കോട്ടയം ജില്ലയിൽ 69 വീടുകൾ തകർന്നു. അതിശക്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മെയ് 30 വരെ ജില്ലയിൽ ഓറഞ്ച് അലർട്ട്. തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിൽ ഞാറ്റടി മഹോത്സവം. ഞാറുനട്ട് കൃഷിമന്ത്രി. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോൾ ചെലവ് കുറയുമെന്ന് കൃഷിമന്ത്രി P. പ്രസാദ്. കാഞ്ഞിരപ്പള്ളി മേഖലയിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു. സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി പേർക്ക് കോവിഡ്. ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ. പാലാ പൂവരണിയിൽ ലോറിയും കാറും കൂട്ടിയിടിച്ചു. കാർ യാത്രക്കാരനായ ഈരാറ്റുപേട്ട സ്വദേശിക്ക് പരിക്ക്. ലോറിക്ക് അമിത വേഗത. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.